ആഭ്യന്തര കലാപം നടക്കുന്ന സിറിയയിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് 3 ലക്ഷത്തിലധികം പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. മാത്രമല്ല, ദമാസ്കസിലേക്കുള്ള വിമതരുടെ മുന്നേറ്റം പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ വെളിപ്പെടുത്തലും പുറത്തുവന്നു കഴിഞ്ഞു. ആയിരക്കണക്കിന് പ്രദേശവാസികൾ ഒറ്റ രാത്രി കൊണ്ട് പടിഞ്ഞാറൻ തീരത്തേക്ക് പലായനം ചെയ്യാൻ തുടങ്ങിയെന്നും സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. സിറിയയിലെ 2 പ്രധാന പട്ടണങ്ങളായ റസ്താനും തൽബിസയും വിമതർ പിടിച്ചെടുത്തു കഴിഞ്ഞു. തുടർന്ന് വടക്ക് ഹമ നഗരം പിടിച്ചടക്കിയ ശേഷം വിമതർ ക്രോസ് റോഡ് നഗരമായ ഹോംസിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹമ നഗരം പിടിച്ചടക്കിയ ശേഷം ക്രോസ് റോഡ് നഗരമായ ഹോംസാണ് വിമതരുടെ അടുത്ത ലക്ഷ്യം. അത് പിടിച്ചെടുത്താൽ പ്രസിഡന്റ് ബഷാർ അൽ അസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രദേശങ്ങൾ 2ആയി വിഭജിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. 2011 അറബ് വസന്തകാലത്ത് സമാധാനപരമായ ജനാധിപത്യ അനുകൂല പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാൻ അസദ് നീക്കം നടത്തിയതിനെ തുടർന്നാണ് സിറിയയിൽ സംഘർഷം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് 1 ദശാബ്ദത്തിലേറെ നീണ്ട യുദ്ധത്തിൽ 3 ലക്ഷം സാധാരണക്കാർ കൊല്ലപ്പെട്ടു. മേഖലയിലുടനീളം ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു. അരനൂറ്റാണ്ടിലേറെ ഭരണപാരമ്പര്യമുള്ള ബഷാർ വംശത്തെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് വിമതരുടെ ശ്രമം. ഇവരുടെ ശ്രമം പകുതിയിലേറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ സിറിയയെയും വിമതരെയും അനുകൂലിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തി. റഷ്യയും ഇറാനും പിന്തുണയ്ക്കുന്ന ബഷർ അൽ അസദ് ഭരണകൂടവും തുർക്കിയുടെ പിന്തുണയുള്ള ഇസ്ലാമിസ്റ്റ് വിമത ഗ്രൂപ്പുകളും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലാണ് രാജ്യം. പ്രസിഡന്റിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് വിമത സേന കഴിഞ്ഞയാഴ്ച സിറിയയിലുടനീളം മിന്നലാക്രമണങ്ങൾ നടത്തി. വിമതർ സിറിയയിലെ പ്രധാന പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇസ്ലാമിസ്റ്റ് വിമതരുടെ ആക്രമണം വളരെ വേഗത്തിലായിരുന്നു. സിറിയയിലെ 2ാമത്തെ നഗരമായ അലപ്പോയും തന്ത്രപ്രധാനമായി സ്ഥിതി ചെയ്യുന്ന ഹമയും ഇതിനകം പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വീണുകഴിഞ്ഞു. ഹയാത്ത് തഹ്രീർ അൽ ഷാം വിമത സഖ്യത്തിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജൊലാനിയാണ് ഇപ്പോൾ സിറിയയിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം അസദിനെ അട്ടിമറിച്ച് സിറിയയിലെ അദ്ദേഹത്തിന്റെ ഭരണം അവസാനിപ്പിക്കുകയാണ്. നവംബർ 27-നാണ് ആക്രമണം തുടങ്ങിയത്. ഇസ്ലാമിസ്റ്റ് വിമത സഖ്യത്തെ നയിക്കുന്നത് HDS ആണ്. ഇത് അൽ ഖ്വയ്ദയുടെ സിറിയൻ ശാഖയിൽ നിന്ന് ഉടലെടുത്തതാണ്. ഐസിസ് ഭീകരൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ നീലക്കണ്ണുള്ള കുട്ടിയെന്നാണ് അബു മുഹമ്മദ് അൽ ജൊലാനി അറിയപ്പെട്ടത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ കുപ്രസിദ്ധമായ അമേരിക്കയുടെ തടങ്കൽ കേന്ദ്രത്തിൽ ഇദ്ദേഹത്തെ പാർപ്പിച്ചു. എന്നാൽ ഒരിക്കൽ അമേരിക്ക എഴുതി തള്ളിയ അൽ ജൊലാനിയാണ് ഇന്ന് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും സൈന്യത്തെയും അട്ടിമറിക്കാനായി ഉയർന്നു വന്നിരിക്കുന്നത്. സിറിയയുടെ ആഭ്യന്തര യുദ്ധത്തിലെ പ്രധാന കണ്ണിയായ ജൊലാനി ഇപ്പോൾ ഒരു ശക്തിയാർജിച്ച നേതാവായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇസ്രായേലും ലെബനീസ് ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന അതേ ദിവസം തന്നെയാണ് ഇസ്ലാമിസ്റ്റ് വിമതർ സിറിയയിൽ ആക്രമണം ആരംഭിച്ചത്. റഷ്യയും ഇറാനും ബഷർ അൽ അസദ് സർക്കാരിന്റെ ഉറച്ച പിന്തുണക്കാരാണ്. എന്നാൽ വിമതർക്ക് പൂർണ്ണ പിന്തുണ നൽകിയ തുർക്കി സിറിയയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അടിയന്തര ചർച്ച നടത്താൻ തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം.